ഈശോയെ നന്ദി, മാതാവേ നന്ദി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇവിടെ 15/1/2023 ഉടമ്പടി എടുത്തത്. ഞാൻ ഒന്നാമതായിട്ട് ഉടമ്പടി വെച്ചത് 5 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ച് പോയി. ഒരു 2 മാസം വരെ ഞങ്ങൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. അന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ ഭവനം തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചത് ഇതെൻ്റെ മകനാണ്, ഇമ്മാനുവൽ. അവൻ്റെ മൂക്കിൽ ദശ വളരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ESIയിലൊക്കെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി വെച്ചു. 2 മാസം അവൻ്റെ മൂക്കിൽ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവനും എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനത്തിലും അവനും കൂടി. ഞങ്ങൾ ഒരുമിച്ച് പത്രവിതരണത്തിന് വീടുകൾ തോറും പോയി. അവനായിരുന്നു എല്ലാവർക്കും പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് മാതാവ് അവനെ ഒരുപാട് അനുഗ്രഹിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മൂക്കിൽ ദശ വളരുന്ന അവസ്ഥ മാറി എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്നും പറഞ്ഞു. ഇതുവരെ അവന് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈശോയെ നന്ദി, മാതാവേ നന്ദി. മൂന്നാമതായിട്ട് എൻ്റെ അച്ഛൻ 15 വർഷമായിട്ട് കുമ്പസാരവും കുർബാനയും ഒന്നുമില്ലായിരുന്നു. ആര് പറഞ്ഞാലും അത് അനുസരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വെച്ചു. ഉടമ്പടി ധ്യാനത്തിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അച്ചാച്ചനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, കുർബാന കൂടണമെന്ന്. അതിൻ്റെ ഫലമായി അച്ഛൻ ഇടവകയിൽ പോയി കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു നടന്നു കിട്ടിയത്. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എനിക്ക് 1 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം പല്ലുവേദനയായിരുന്നു. ഒരുപാട് ഗുളിക കഴിച്ചു. മോണയ്ക്ക് പഴുപ്പും പ്രശ്നങ്ങളുമായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ മാത്രം കുറയും, പിന്നെ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനത്തിൽ സമയത്ത് വായിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നൊന്നും കഴിക്കത്തില്ല, തൈലം തന്നെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് ഇന്ന് വരെ പിന്നെ പല്ലിനൊരു അസ്വസ്ഥത വന്നിട്ടേ ഇല്ല. അതിനുവേണ്ടി ഞാൻ മെഡിസിൻ എടുത്തിട്ടേ ഇല്ല. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അടുത്തുള്ള കാഞ്ഞിരപ്പള്ളിയിൽ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾ സഹായിക്കും. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ അനാഥാലയത്തിലും പോകുമായിരുന്നു. അവരുമായിട്ട് ഒരുപാട് സംസാരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതുപോലെ പത്രവിതരണമായിരുന്നു മെയിൻ. വീടുകൾ തോറുമായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വീടുകളിൽ, പ്രദേശങ്ങളിൽ ഒക്കെ പോയി പത്രവിതരണം ചെയ്യും, ഞാനും എൻ്റെ മകനും കൂടി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളെ ഓടിച്ചു. ജോസഫച്ചന് എത്ര രൂപ നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു പത്രമായിട്ട് ചെല്ലുമ്പോൾ. പിന്നെ ആ ചേട്ടനോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എനിക്ക് മാതാവ് തന്ന കൃപയും അനുഗ്രഹവും എല്ലാം അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴും എൻ്റെ മകൻ പറയുമായിരുന്നു, സാരമില്ലമ്മേ, നമുക്ക് ഇനിയും അടുത്ത വീടുകളിൽ കൂടെ പോകാം. അവന് ഭയങ്കര പ്രേക്ഷിത പ്രവർത്തനം, ഭയങ്കര ഇതായിരുന്നു പത്രവിതരണം. അതുപോലെ ഞങ്ങളുടെ വീട്ടിലൊരു വാഹനമില്ലായിരുന്നു. അപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാർ എടുക്കണമെന്ന്. പക്ഷെ അതിനായിട്ടുള്ള സാമ്പത്തികമോ ഒന്നും ഒക്കാറില്ലായിരുന്നു. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് അത്യാഗ്രഹം കൊണ്ട് പറയുന്നതാണെങ്കിൽ നീ ക്ഷമിക്കണം, എനിക്കത് ആവശ്യമാണ്, ഞങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ട്. അപ്പം അമ്മയ്ക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് 3ാമത് പുതുക്കിയപ്പോൾ ഞാൻ വെച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മാതാവ് ഞങ്ങൾക്ക് പുതിയ കാറ് ശരിയാക്കി തന്നു. അതിനുള്ള പണവും ഒപ്പിച്ചു തന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ 3ാമത് ഞാൻ പുതുക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു. അപ്പോൾ വയറുവേദനയാണല്ലോ എന്ന് ഓർത്ത് വയറുവേദനയുടെ ഗുളിക ഇങ്ങനെ 1 ആഴ്ച 2 ആഴ്ച കഴിച്ചുകൊണ്ടേ ഇരുന്നു. എന്നിട്ടും വയറുവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പം യൂട്യൂബിൽ ചൊവ്വാഴ്ച ഒരു ദിവസം ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, ഒരു മാറ്റവും ഇല്ല, ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഫലമായി ഞാൻ വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, നീ ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, നീ എത്രയും പെട്ടെന്ന് സ്കാനിങ്ങിന് പോകണം എന്നും പറഞ്ഞ് എന്നെ ആരോ തള്ളി വിടുന്ന പോലെയായിരുന്നു. ഒരിക്കലും ഞാൻ തന്നെ ആശുപത്രിയിൽ പോയിട്ടില്ല, വീട്ടിലാരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഓട്ടോ വിളിച്ച് എങ്ങനെ പോയി എന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ച് മനസ്സിലാകുന്നില്ലത്. ഞാൻ പോയി, ഞാൻ തന്നെ സ്കാനിങ്ങിൽ ചെന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരുന്നു. എനിക്ക് ട്യൂബിൽ പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ട്യൂബ് പൊട്ടിയായിരുന്നു. ഞാൻ വയറുവേദനയാണെന്നോർത്ത് വയറുവേദനയുടെ ഗുളിക കഴിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ കൊച്ച് നീ തലകറങ്ങി വീണില്ലല്ലോ, നീ മരിച്ചു പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വീട്ടുകാരെ വിളിച്ച് ഓപ്പറേഷൻ ചെയ്യണം, മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജ് വരെ എത്തുവേല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ മാതാവ് മുന്നിൽ നിന്ന് എല്ലാം നടത്തി തന്നു. മാതാവ് എൻ്റെ ചേച്ചി മെഡിക്കൽ ട്രസ്റ്റിൽ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റിൽ നേഴ്സാണ്. അപ്പോൾ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു. ചേച്ചി അവിടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരു വണ്ടി വിളിച്ച് എത്രയും പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്കും മാതാവ് ഓപ്പറേഷനായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി. എല്ലാവരും പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഞാൻ ഭയങ്കര പ്രാർത്ഥനയാന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. നീ കൃപാസനം കയറി ഇറങ്ങി നടന്നോ എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. എൻ്റെ ബന്ധുക്കാരും എൻ്റെ എല്ലാ അറിയാവുന്നവരെല്ലാം എന്നെ കളിയാക്കുമായിരുന്നു. പ്രാർത്ഥന കൊണ്ട് നടന്നിട്ട് അവൾക്ക് എന്ത് കിട്ടി, ഇപ്പം കണ്ടോ ജീവനും പോകുമെന്ന് എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനെ മാത്രം കാശുരൂപ നേഴ്സുമാർ പറഞ്ഞു കാശുരൂപം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനെൻ്റെ മാതാവിനെ തരില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. ഞാൻ പറഞ്ഞു, മാതാവേ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്, നീയാ എന്നെ ഇവിടെ എത്തിച്ചത്, അതുകൊണ്ട് നീ എന്നെ സംരക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നേഴ്സുമാരെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ കൃപാസന മാതാവേ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളായിരുന്നു, നിൻ്റെ കയ്യിൽ കാശുരൂപം മുറുക്കെ പിടിച്ച് നീ അത് മാത്രമേ ഉച്ചരിക്കുന്നുള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഓപ്പറേഷനിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ച് ഒരു വലിയ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്കത് പക്ഷെ ഞാൻ ഓപ്പറേഷനിലാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. എല്ലാം കഴിഞ്ഞ് എന്നെ അടുത്ത മുറിയിലേക്ക് മാറ്റിയപ്പോഴാണ് നേഴ്സുമാർ പറഞ്ഞു, ഞങ്ങൾക്കും കൃപാസന മാതാവിനെ കുറിച്ച് അറിയണം, നീ മാതാവിനെ മാത്രമേ വിളിക്കുന്നുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഡോക്ടർ പറഞ്ഞു വിജയകരമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു മരണത്തിൽ നിന്നാണ് മാതാവ് എന്നെ രക്ഷപ്പെടുത്തിയത്. ശരിക്കും അതെനിക്ക് അനുഭവപ്പെട്ടു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും കൃപാസന മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കൈവെള്ളയിലാണ് മാതാവ് എന്നെ സംരക്ഷിക്കുന്നത്. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഞാനും മകനും വചനം വായിക്കുന്നുണ്ട്, അവനെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. ഇപ്പോൾ ഞങ്ങൾ വചനത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. ഞങ്ങൾക്കൊരു രണ്ടാമതൊരു കുഞ്ഞില്ല എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾക്ക് പോയപ്പോൾ ഒരുപാട് അപകടം സംഭവിച്ചു. ആ വലിയൊരു മരണത്തിലായിരുന്നു ഞാൻ പെട്ടത്. ഞാൻ അറിഞ്ഞില്ല ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നാണ് മാതാവ് എൻ്റെ ജീവൻ രക്ഷിച്ചു. മാതാവിന് 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഈശോയെ നന്ദി, മാതാവേ നന്ദി, ഈശോയെ നന്ദി, മാതാവേ നന്ദി. സങ്കീർത്തനങ്ങൾ 41 1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. രമ്യ ബിനു എന്ന ഈ സഹോദരി ഉടമ്പടി എടുത്ത് ജീവിച്ചത് മുതൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറഞ്ഞു നിർത്തിയത് മരണകരമായ അപകടാവസ്ഥയിൽ നിന്നും മകളുടെ ജീവനെ അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിച്ചു എന്നതിനെക്കുറിച്ചാണ്. ട്യൂബുലർ പ്രഗ്നൻസിയും അത് പൊട്ടിയാലുണ്ടാവുന്ന ഗുരുതരമായ രോഗസാഹചര്യങ്ങളും ജീവിത പ്രതിസന്ധിയുമൊക്കെ അത് എല്ലാവർക്കും അറിയാവുന്ന ഗൗരവമുള്ള വിഷയമാണ്. മകളത് വയറുവേദനയെന്ന് കരുതി കുറച്ച് നാൾ നടന്നതും അത് പൊട്ടിയതിന് ശേഷം മാത്രം സ്കാനിങ്ങിൽ തിരിച്ചറിയുന്നതും
മണിക്കൂറുകൾക്കുള്ളിൽ ആശുപത്രിയിലെത്തി ഓപ്പറേഷന് വിധേയപ്പെടുന്നതുമാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധമ്മയുടെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രം മരണത്തിലേക്ക് നയിക്കാവുന്ന വലിയ രോഗാവസ്ഥയെ, വലിയ ജീവിത പ്രതിസന്ധിയെ അമ്മ മാതാവ് ഒരു പൂന്തോട്ടത്തിലേക്ക് നയിച്ചതുപോലെ മകളെ ആ ഓപ്പറേഷൻ സമയത്ത് കൊണ്ടുപോവുകയും മകളുടെ അധരത്തിൽ ഉടമ്പടി എത്ര കണ്ട് മജ്ജയും മാംസവും ധരിച്ചിരിക്കുന്നുവെന്ന് മകളുടെ അബോധാവസ്ഥയിൽ പോലും കൃപാസന മാതാവ് എന്ന് വിളിക്കുന്നതിലൂടെ മകൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആശുപത്രി കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും കയ്യിൽ നിന്ന് ഊർന്നു പോകാത്ത കാശുരൂപവും അധരത്തിൽ ഇടതടവില്ലാതെ വിളിക്കുന്ന കൃപാസന മാതാവ് എന്ന മൊഴിയും അത് ഉടമ്പടി ജീവിതത്തിലുള്ള മകളുടെ വിശ്വാസവും വിശ്വസ്തതയും ശരണപ്പെടലും അടയാളപ്പെടുത്തുന്നതാണ്. അത് തന്നെയാണ് ഈ ജീവിതത്തെ വീണ്ടു കൊടുത്തതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു വീടിനും സ്ഥലത്തിനും വേണ്ടിയുള്ള നിയോഗത്തെ അത് അനുയോജ്യമായി ലോൺ അനുവദിച്ച് കിട്ടി, അതെടുക്കുവാൻ സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. കുഞ്ഞിനുണ്ടായ രോഗാവസ്ഥയ്ക്ക് പ്രത്യേകമായ സൗഖ്യം ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. ഈ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ടും നമ്മളോട് പറയുക, അത് ഉടമ്പടിയെ പ്രതി ഏതൊരു അപമാനം സഹിക്കുവാനും മകൾക്കെപ്പോഴും തയ്യാറായിരുന്നു. അത് പത്രം കൊടുക്കുവാൻ പോകുമ്പോൾ അത് പറയുന്ന കുത്തുവാക്കുകളാവട്ടെ, കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും, കൃപാസനം പത്രം വാങ്ങുന്നതിനും പ്രാർത്ഥിക്കുവാൻ വരുന്നതിനും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും നടത്തുന്ന കുത്തുവാക്കുകളാവട്ടെ, അത് എന്ത് എതിർവാക്കുകൾ കേട്ടാലും അത് അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടിയിൽ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ മകൾ കാണിച്ച ജീവിതത്തിൽ പുലർത്തിയ ധൈര്യത്തെ, ആ ആത്മാർത്ഥതയെയാണ് ഏറ്റവും വലിയ ആപത്സന്ധിയിൽ മകൾക്ക് രക്ഷയായി തീർന്നതിന് കാരണമായതെന്ന് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടി നമുക്കൊരു ജീവിതമാണ്. ഉടമ്പടിയോടുള്ള വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കെട്ടകാലത്ത്, ഏറ്റവും കഷ്ടകാലത്ത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീരുന്നതുമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, അതിൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത കൂടുതൽ ആഴപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയിൽ നാം സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് വേഗത്തിൽ അനുഗ്രഹമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.